കെയർ സീരീസിന്റെ ഡേ 7 ആണ് കേട്ടോ. അപ്പൊ അറിയാത്തവർക്കായിട്ട് പറയാം, നമ്മളൊരു ഹെയർ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇതുവരെ നമ്മുടെ വീഡിയോസ് ഒന്നും കാണാത്തവർക്കായിട്ട് പറയാം, നമ്മളൊരു ഹെയർ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതിന്റെ 7th ഡേ ആണ് കേട്ടോ. കുറേയേറെ ഹെയർ പാക്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ കെയർ സീരീസ് കണ്ടിന്യൂ ചെയ്തോണ്ട് പോകുമായിരുന്നു. ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടിയ ഹെയർ പാക്ക് ആണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത്. അപ്പം നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്തവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കിയെന്ന് വിചാരിക്കുന്നു. ഹെയർ പാക്ക് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കരിഞ്ജീരകമാണ്. അപ്പോൾ ഞാൻ ഈ കരിഞ്ജീരകം അങ്ങാടിക്കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എടുക്കാമെന്ന് കരുതി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. കുറച്ച് അഴുക്കൊക്കെ പോകട്ടെ എന്ന് കരുതി. കുറച്ച് മണ്ണൊക്കെ എനിക്ക് ഇതിൽ നിന്ന് അരിച്ചപ്പോൾ കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെന്ന് കരുതി ഞാനൊന്ന് കഴുകിയെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് തേയിലയാണ് കേട്ടോ. നമ്മൾ ചായ ഇടുന്ന നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തേയിലപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തേയില എന്ന് പറയുന്നത്. അതുകൊണ്ട് തേയില നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താലോ. അതിനായിട്ട് ഈ ഗ്ലാസിൻ്റെ 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അളവെന്ന് പറയുന്നത്. ഇത് 2 ഗ്ലാസ് വറ്റിയിട്ട് 1 ഗ്ലാസ് ആവണം. അപ്പം 2 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കരിഞ്ജീരകവും കൂടി അരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മണ്ണൊക്കെ ഇതിൻ്റെ അകത്ത് കാണും. അപ്പോൾ അരിച്ച് മാത്രം ഇത് യൂസ് ചെയ്യുക. 1 സ്പൂൺ കരിഞ്ജീരകമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കരിഞ്ജീരകം ഇട്ട് വെച്ചതിന് ശേഷം ഞാനൊരു അരമണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളത്തിൽ അരമണിക്കൂർ നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ തേയിലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 സ്പൂൺ തേയിലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അതൊന്ന് തിളച്ച് നന്നായിട്ട് വരുമ്പോൾ പതയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം അത് വറ്റുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. മരണത്തിനൊഴികെ മറ്റെല്ലാത്തിനും മരുന്നാക്കാം എന്നാണ് നമ്മൾ കരിഞ്ജീരകത്തിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് മുടിക്ക് നല്ല കരുത്തും തിളക്കവും നീളവും താരൻ മാറ്റാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കാൻ നമ്മളെ കരിഞ്ജീരകം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം കരിഞ്ജീരകം ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ട്. ഇതല്ലാതെ തന്നെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഹെയർ പാക്കാണ് കേട്ടോ. നമ്മുടെ മുടി വേഗത്തിൽ വളരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇത് ആദ്യം ഒന്ന് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇത് 1 ഗ്ലാസ് ആയിട്ട് വറ്റി വരണം. അപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് കരിഞ്ജീരകം മാത്രം ഒന്ന് കുതിർത്തി ഉലുവയും കൂടി ചേർത്തിട്ട് അരച്ച് തലയിൽ തേക്കാറുണ്ട്. താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കരിഞ്ജീരകം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നിങ്ങൾക്ക് അരിച്ചോ അരിക്കാതെയോ ഒക്കെ യൂസ് ചെയ്യാം. അരിച്ചെടുത്തത് ഇതിൻ്റെ പൊടി തലയിൽ ആവേണ്ടെന്ന് കരുതിയാണ് കേട്ടോ ഞാൻ അരിച്ചെടുത്തത്. അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ അത് പേസ്റ്റായിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല, ഞാൻ ഈ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് തന്നെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ അല്ലേ. 1 കരിഞ്ജീരകം, 2 നമ്മുടെ തേയില, നമ്മുടെ ചായപ്പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഹെയറിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെരി എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്കാണ് നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഹെയർ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ വെച്ച് ഹെയർ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും കേട്ടോ. എനിക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. അപ്പം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ. ഈ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാറേ. ഹെയർ ഓയിൽ നല്ലതായിട്ട് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തലയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് നമുക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ ഹെയർ പാക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെയർ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നോർമൽ വാഷ് ആണ് ചെയ്യുന്നത്, ഷാമ്പു വാഷ് ഒന്നും അല്ല. അപ്പൊ നോർമൽ വാഷ് ചെയ്താൽ മതി. തലയിൽ അങ്ങനെ ഇതിന്റെ അഴുക്കോ അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവും. പ്രത്യേകിച്ച് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഈ പാക്കിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മുടി സംരക്ഷിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ ഹെയർ പാക്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, അത് ഞാൻ ഗ്യാരണ്ടി ആണ്. ഹെയർ കെയർ സീരീസ് ഫസ്റ്റ് ഡേ മുതൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ മുടിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ, സീ യു.